You're looking gorgeous. എന്താണ് സ്പെഷ്യൽ? ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വാട്ട്? എന്താ? നീ അച്ഛനാവും പോവാ രാഹുൽ. What? Really? Wow! What a great news! ഡോക്ടറെ കൺസൾട്ട് ചെയ്തായിരുന്നോ? ഇല്ല, ഈ ഹാപ്പി ന്യൂസ് ആദ്യം നിന്നോടൊപ്പം ഷെയർ ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കാണാന്ന് കരുതി. What? വാ നീ വാ, പെട്ടെന്ന് വാ. ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ടേയില്ല. പക്ഷെ ഞാൻ തന്നെ ഇന്നൊരു അമ്മയാവും പോന്നു ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. I can understand, Vidya. Thank you so much, doctor. Is everything okay? Sorry, Vidya. നിനക്കുണ്ടായിരിക്കുന്നത് നോർമൽ പ്രഗ്നൻസി അല്ല, ട്യൂബൽ പ്രഗ്നൻസി. യൂഷ്വലി ഫീറ്റൽസ് യൂട്രസിലാണ് ഫോം ആവുന്നത്. ബട്ട് ചില റെയർ കേസസിൽ ഫെലപ്പൻ ട്യൂബിലും പ്രഗ്നൻസി ഉണ്ടാവാൻ ഏറെ സാധ്യതയുണ്ട്. നിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. വൺസ് ട്യൂബിൽ പ്രഗ്നൻസി ഉണ്ടായാൽ ലൈഫ് റിസ്ക് ആണ്. ബെറ്റർ ടു റിമൂവ് ഇറ്റ് ഇമീഡിയറ്റ്ലി. ഈ കണ്ടീഷൻ കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് മാത്രമല്ല, നിനക്കും അത് ആപത്താണ്. ഒരു ഡോക്ടറായിട്ട് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ട് പറയുക, എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യുന്നതാണ് ബെറ്റർ. വിദ്യ കൺട്രോൾ. ഡോക്ടർ, എനിക്ക് വിദ്യയാണ് ഇമ്പോർട്ടൻറ്റ്. ഷി മസ്റ്റ് ബി സേഫ്. Please do the needful. Take rest, Vidya. ഒരുപാട് ആലോചിക്കണ്ട. ഓഫീസിൽ അല്പം ജോലിയുണ്ട്, ഞാൻ തീർത്തിട്ട് വരാം. ഓക്കെ? വേഗം വരണേ രാഹുൽ. I will. Take rest. എന്താ കുട്ടി ഷോട്ടിനിടയിൽ കയറി നശിപ്പിച്ചു കളഞ്ഞല്ലോ? ഇത് ഷൂട്ടിങ്ങാ. നിങ്ങളുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഈ വായിലെ ജീവനെ കൊല്ലാൻ നോക്കുകയാണോ? ഈ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ അറിയായിരുന്നു, താനും തന്റെ തൊപ്പിയും. എന്ത് പാടാ? എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. ഒരു അനാഥാശ്രമത്തിലാണ് ഞാൻ വളർന്നത്. ആ ആശ്രമത്തിന്റെ ഫൗണ്ടറാണ് സുന്ദരേശൻ സാർ. മഹാലക്ഷ്മി, ഒന്നിങ്ങി വന്നേ. എന്താ ചേച്ചി? നിന്റെ അമ്മ അകത്ത് നല്ല കറി ഉണ്ടാക്കാൻ തോന്നുന്നു. മണം ഇവിടെ വരെ വരുന്നുണ്ടല്ലോ. അമ്മയല്ല ഉണ്ടാക്കുന്ന, ഏതോ ഒരു അങ്കിളാ ഉണ്ടാക്കുന്ന. ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബിരിയാണിയോ? അതേ മോളെ വിദ്യയെ, മറ്റുള്ളവർ കുറച്ച് കാശ് തന്നിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറയും. പക്ഷെ ഇദ്ദേഹം ഉണ്ടല്ലോ, സ്വന്തം കൈകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുക. എക്സ്ക്യൂസ് മീ, I'm Vidya. Nice to meet you. I love you. I love you. I love you. I love you.
പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വന്നപ്പോ മുതൽ ഞാൻ നോക്കുക. ഐ ലവ് യു എന്ന് ഹച്ച് ഡോഗിനെ പോലെ പുറകെ നടക്കാണല്ലോ. അല്ല, ആരാ നിങ്ങള്? ഹലോ മാം, ദിസ് ഈസ് മിസ്റ്റർ രാഹുൽ, എ ഫേമസ് ആർട്ട് ഫിലിം മേക്കർ. ഇന്ത്യയിലെ ടോപ്പ് ബ്രാൻഡ് ആർട്ട് കമ്പനി മേക്കേഴ്സ് എല്ലാം ഇദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ആടിൽ അഭിനയിച്ചാൽ മതി, ടോപ്പ് മോഡൽ ആകാന്ന് കരുതി ഒരുപാട് മോഡൽസ് ഇദ്ദേഹത്തിന്റെ വിളിക്കായി കാത്തിരിക്കുക. അത്രയും വാല്യൂ ഉള്ള ഇദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി. ദാറ്റ്സ് ഓക്കെ. സന്തോഷ്, വിദ്യ, എന്നെപ്പറ്റി ദാസ് പറഞ്ഞത് മാത്രമല്ല, ഞാൻ യൂഷ്വലി ഒരു ആഡ് ഫിലിം എടുത്താലും ഫോട്ടോ എടുത്താലും എന്നെക്കാൾ നന്നായിട്ട് ആരും ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ വെച്ച ഫ്രെയിമിൽ നീ എൻട്രായി ആ ഫ്രെയിമിന് 100 മടങ്ങ് ബ്യൂട്ടിയാണ് കൂടിയത്. ഇറ്റ്സ് $1 million ഷോട്ട്. അതുപോലെ തന്നെ നീ എൻ്റെ ലൈഫിൽ എൻട്രായ എൻ്റെ ജീവിതം നല്ല മനോഹരമായി മാറും. സോ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടുതലൊന്നും ആലോചിക്കേണ്ട വിദ്യേ, ഗോ ഹെഡ്. നീ ഒരു മനുഷ്യനാണോടാ ദുഷ്ട? ഞാനൊരു അമ്മ ആവാതിരിക്കാനുള്ള അധികാരം നിനക്ക് ആരാണ് തന്നത്? നീ അത് അറിഞ്ഞല്ലേ? അമ്മയും അച്ഛനും ആരാണെന്ന് അറിയാതെ അനാഥയായിട്ടാ ഞാൻ വളർന്നത്. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞെങ്കിലും എന്നെ അമ്മയെന്ന് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ഭാഗ്യമാണ് എനിക്കില്ലാതാക്കിയത് നീ. വിദ്യ, കൂൾ. ഇപ്പൊ നീ അമ്മയാവുമ്പോ എന്താ കിട്ടുക? ഭംഗിയുള്ള വയറിൽ കുറച്ച് മാർക്കല്ലാതെ, മൊറോവർ പളുങ്ക് ശില്പം പോലുള്ള നിന്റെ ഫിഗർ കാറ്റുപോയ ബലൂൺ പോലെയാവും. വേൾഡിലെ ബെസ്റ്റ് പെയിന്റർ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന സൗന്ദര്യമാണ് നിന്റേത്. ഫസ്റ്റ് ടൈം ഞാൻ ഫിക്സ് ചെയ്ത എന്റെ ഫ്രെയിമിൽ ഞാൻ കണ്ട നിന്റെ ഭംഗി ലൈഫ് ലോങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. തെറ്റാണോ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അമ്മയാവുന്നതാ. കുട്ടികൾ എന്നുള്ളത് എന്റെ ഡ്രീം ആയിരുന്നു. നിന്നെ ഡ്രീം ഗേൾ ആക്കണമെന്ന് ഞാൻ വിചാരിക്കുമ്പോ നീ അമ്മയാവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. വട്ടാണോ നിനക്ക്? ഷട്ട് അപ്പ്. നിന്നെ പോലീസിലെ കംപ്ലൈന്റ് ചെയ്ത് കോടതി കയറ്റി ഞാൻ. ജീവിതകാലം മുഴുവൻ നിന്നെ ജയിലിൽ അടയ്ക്കും. നീ ജയിലിൽ അടപ്പിക്കോ, മഹിളാ സമാജത്ത് കംപ്ലൈന്റ് ചെയ്യോ, കോർട്ടിൽ കൊണ്ടുപോ, ഡു വാട്ട് എവർ ഷിറ്റ് യു ക്യാൻ ഡു. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വേണ്ടി ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് പോ. How dare you bloody rascal! എന്നെ ന്യൂഡായിട്ട് പോസ് ചെയ്യാൻ പറയാൻ നീ ആരാടാ? ഞാൻ ആരാണെന്നോ? ഞാൻ നിന്റെ ഭർത്താവാണ്. ആൻഡ് യു ആർ മൈ പ്രോപ്പർട്ടി. നാണമില്ലേ നിനക്ക്? സ്വന്തം ഭാര്യയുടെ ന്യൂഡ് ഫോട്ടോ എടുക്കണം നിനക്ക്? എന്നെ കുറിച്ച് ഇത്രയും അറിഞ്ഞിട്ടും ഞാൻ അതിന് സമ്മതിക്കുന്നു കരുതിയോ? യു ഇഡിയറ്റ്! നീ ചെയ്യില്ല, എനിക്കറിയാം. I have something for you. ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചല്ലേ? നിനക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഇന്റിമേറ്റ് വീഡിയോസിൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. ബട്ട് ഐ സ്വെയർ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് ഉപയോഗിക്കേണ്ടി വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. വാശി പിടിക്കാതെ, നാണം കെടാതെ ഫോട്ടോഷൂട്ട് ചെയ്യുക. ഐ എം ഷുവർ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് ആഡ് ഇൻ മൈ ലൈഫ്. വേണമെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ട് ഞാൻ നിനക്ക് 10 കുട്ടികളെ വാങ്ങിച്ചു തരാം. ചിരിച്ച് കളിച്ചവർ വളർത്തിക്കൂ. ലുക്ക് വിദ്യ, നീ ആഡ് ചെയ്തെങ്കിൽ ഈ ഫോട്ടോഗ്രാഫറുടെ ബെസ്റ്റ് മോഡലാവും. അല്ലെങ്കിൽ ആ വീഡിയോ കാരണം നീ നാണം കിട്ടുപോകും. ആലോചിച്ച് നോക്ക്. അവനൊരു മനുഷ്യനാണോ? അവനെ ഞാൻ വിടില്ല. അവനെ ഞാൻ കൊല്ലാൻ പോവാണ് വിദ്യയെ. ദാസ് സർ, ആ ഉയർന്നു നിൽക്കുന്ന മനുഷ്യനല്ലേ അവൻ? എന്റെ വൈഫിന്റെ ബോയ്ഫ്രണ്ടാ. ദാസ്, അവൻ എന്നെ കൊല്ലാൻ പോവാണെന്ന്. ക്ലോസ്, പ്ലീസ് പ്ലീസ് ക്ലോസ് ദ ഡോർ. സർ, ക്ലോസ് ദ ഡോർ. നീ ഇവിടെ തന്നെ ഇരിക്കും, ഇങ്ങോട്ട് പോയല്ലേ? യെസ് സർ. എന്റെ വീട്ടിൽ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ മകൻ, ഐ മീൻ നിന്റെ ബോയ്ഫ്രണ്ട് പോലത്തെ മോനെ സെറ്റ് ചെയ്തല്ലേ? നിനക്കെന്താടാ പ്രാന്തുണ്ടോ? ദാസ്, സർ, ഇവൻ എന്നെ ഭ്രാന്തെന്ന് വിളിക്കുന്നു.
ഞാനെന്താ ഭ്രാന്തനാണോ? ഞാൻ ഭ്രാന്തനാണോ? അല്ല സർ. ആക്ച്വലി മിസ്റ്റർ സിവിൽ ഗണേഷ്, എനിക്ക് ഭ്രാന്തുണ്ട്. എന്റെ വൈഫ് എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ്. അങ്ങനെ ഇരിക്കുമ്പോ നീ ഞങ്ങളുടെ ഇടയിൽ വന്ന് ശല്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിന്നെ കൊല്ലുവാടാ. വിദ്യ, ഇവൻ എന്നെ കൊന്നുകളയുന്ന ഈ അത്ഭുതകരമായ മൂമെന്റ് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. എസ്പെഷ്യലി ദോസ് ലിപ്സ്, ദോസ് ഹാഫ് ബെറ്റ് ലിപ്സ്. എത്ര ഇറോട്ടിക് ആയിരിക്കുന്നു നിന്റെ എക്സ്പ്രഷൻ. ഈ സമയത്ത് നിന്റെ സൗന്ദര്യം 100 മടങ്ങ് വർദ്ധിച്ചിരിക്കുക. നിന്റെ ശരീരത്തിലെ രക്തമെല്ലാം മുഖത്ത് വന്ന് യു ലുക്ക് ലൈക്ക് എ ഏർലി മോർണിംഗ് സൺബേൺ. ജസ്റ്റ് ലുക്ക്. രാഹുൽ, ഇറ്റ്സ് സോ ഡിസ്കസ്റ്റിംഗ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വിദ്യ, ബി ഹോണസ്റ്റ്. ഇത്രയും സുന്ദരിയായിട്ട് നീ നിന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കണ്ണടയ്ക്കുമ്പോൾ കുറച്ച് നിമിഷത്തിൽ എല്ലാം കാണാതെ പോവും. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലോ ജീവിതകാലം മൊത്തം കാണാം. അതുമല്ല, ഞാൻ നിന്നെ വളരെ ആർട്ടിസ്റ്റിക്കലായിട്ടാണ് കാണുന്നത്. സോ ലെറ്റ്സ് ഹാവ് ഫൺ. ദിസ് ഇസ് നോട്ട് ഫൺ, ദിസ് ഇസ് പോൺ. നീ എന്നെ ഒരു ഓബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. വിദ്യ, വാട്ട്സ് റോങ് വിത്ത് യു? എന്തിനാ ഇത്ര ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ഞാനെന്താ പബ്ലിക്കായിട്ടാണ് ഇട്ടത്? ഡോണ്ട് സ്പോയിൽ മൈ മൂഡ്. ലെറ്റ്സ് ഗോ. സ്റ്റോപ്പ് ദറ്റ് നോൺസെൻസ്. ഫസ്റ്റ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ്. ആ വൃത്തികേട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. വാട്ട്? വൃത്തികേടോ? Don't you ever say that again. You're insulting my passion. പാഷൻ? വാട്ട് യു മീൻ? എന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ എന്റെ വീഡിയോ എടുക്കുന്നീ? What permission? You're my property. പ്രോപ്പർട്ടിയോ? Yes, you're my property. I mean, I'm sorry, Vidya. Don't touch me. അതല്ല ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. Please. വിദ്യ, പേടിച്ചു പോയോ? നൈഫ് ആൻഡ് വൈഫ്. എക്സലന്റ്. ഇന്നലെ രാത്രി നടന്നതിന് ഐ എം സോറി വിദ്യ. അത് ഇന്നലെ രാത്രി തന്നെ ഡിലീറ്റ് ചെയ്തു ഞാൻ. ഓൾറെഡി ഐ ഹാവ് ഡിലീറ്റഡ്. ഐ എം സോറി. എന്റെ വിശ്വാസമില്ലെങ്കിൽ കത്തി കൊണ്ട് എന്നെ കുത്ത് കുത്ത് കുത്ത്. രാഹുൽ, അല്ലെങ്കിൽ ഞാൻ സ്വയം കുത്തിക്കോട്ടെ. വിട്. ഐ എം സോറി വിദ്യ. പ്ലീസ് ഫർഗീവ് മീ. നീ എല്ലാം വളരെ സിമ്പിളായിട്ട് എടുക്കുന്നു രാഹുൽ. മൂന്നാമതൊരാൾ അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഇതെങ്ങനെ വീഡിയോ എടുത്ത് വെക്കുന്നീ? നമ്മൾ മാത്രം അറിയേണ്ട ഒരു മനോഹരമായ അനുഭവം അല്ലേ അത്? ഐ എം സോറി. ഐ എം റിയലി സോറി വിദ്യ. ക്യാമറ എൻ്റെ മൂന്നാമത്തെ കണ്ണായി പോയി. അതാണ് എൻ്റെ ബലവും ബലഹീനവും. ഒരുപക്ഷെ എൻ്റെ ദൗർഭാഗ്യമാണോ എന്തോ. ചെറുപ്പം തൊട്ടേ എനിക്ക് ആരോടും ഒന്നിനോടും ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. എനിക്കറിയാവുന്നതല്ല ഈ ക്യാമറ മാത്രമാണ്. ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും സെൻസ് കൊണ്ട് നോക്കാതെ ലെൻസ് കൊണ്ട് നോക്കി ശീലിച്ചു പോയി. പ്രോബബ്ലി അതിൻ്റെ ഡിസോർഡർ ആയിരിക്കാം. എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിന്നെ കല്യാണം കഴിച്ചപ്പോഴാണ്. വേണമെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം. ഐ എം റെഡി ടു കം. പ്ലീസ്, നീ വിഷമിക്കില്ല. ഐ എം സോറി. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലല്ലോ അല്ലേ? ഐ സ്വെയർ. നീയാണ് സത്യം. ഓക്കെ അല്ലേ? എന്താ ചെയ്യുന്നത്? ലഞ്ച് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക. നോ ലഞ്ച്. ഇന്ന് നമ്മൾ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഓക്കെ?